നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് പ്രേമം തോന്നാൻ എന്തൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? ഇവിടെ തുടങ്ങാം. ഭയങ്കര അധികം സീരിയസ് ആയിട്ടുള്ള ആൾക്കാര് എനിക്ക് അങ്ങനെ സെറ്റാവില്ല. കുറച്ചുകൂടെ പ്ലേഫുൾ ആയിട്ട് കുറച്ചുകൂടെയും കാര്യങ്ങളൊക്കെ ഭയങ്കര സിലിനെസ്സോടെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും തോന്നാറുണ്ട്. പിന്നെന്താ, അയ്യോ പ്രേമം തോന്നുന്നു പിന്നെ എന്തുകൊണ്ടാ, പിന്നെ മാറ്റേഴ്സ് ആണ്. പ്രേമം തോന്നുന്നു പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അല്ല പ്രേമം തോന്നാൻ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ക്രഷൊക്കെ അടിക്കുമ്പോഴത്തേനും നമ്മള് ചിലപ്പം ചില ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ചില അവരെ തന്നെ ക്യാരി ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണെങ്കിൽ ഫസ്റ്റ് സൈറ്റ് അട്രാക്ഷൻ അല്ലേ? അല്ലാതെ പ്രേമം തോന്നണമെന്നുണ്ടെങ്കിൽ ആളെ കുറച്ചും ഡീപ്പായിട്ട് അറിയണമല്ലോ. അപ്പൊ ഡീപ്പായിട്ട് അറിയുമ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ തോന്നാം? അയ്യോ ഭയങ്കര ടാസ്ക്. ഈ പറഞ്ഞ പോലെ എന്റെ ഒരു രീതിയായിട്ട് കുറച്ച് മാച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ അറിയട്ടെ. കാരണം മമിതയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഫണ്ണായിട്ട് മമിതയുടെ ഇഷ്ടങ്ങൾ കേട്ടോ. ഇങ്ങനെയുള്ള കുട്ടികൾ, ആണുങ്ങളും കുട്ടികളെയാണ് മമിതയ്ക്ക് ഇഷ്ടം. ഫണ്ണായിട്ട് ഭയങ്കര എനിക്ക് മനസ്സിലായി. സീരിയസ് ആവാതെ കുറച്ച് ഫൺ ഇത് ഉള്ള ആൾക്കാരെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എനിക്കിനി പ്രേമം തോന്നിട്ട് കാര്യമില്ല. ഞാൻ കല്യാണം പ്രേമം തോന്നിയപ്പോ ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ച ആളാണ്. അപ്പൊ അത് ഫാക്ടേഴ്സ് പറഞ്ഞാൽ മതി. ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട വൈഫിന്റെ ഒരു ഗോപിക എന്നാണ്. ഞങ്ങൾ ആക്ച്വലി സ്മ്യൂൾ എന്ന് പറയുന്ന ഒരു ആപ്പിനകത്ത് ഒരുമിച്ച് പാട്ടുപാടി പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അങ്ങനെ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ടില്ല, നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫീൽസ് ലൈക്ക് ഹോം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇവർക്കൊക്കെ അറിയാം. ഇപ്പൊ ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഒരുമിച്ച് കാണുന്നവർക്ക് അറിയാം. ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. ഞാൻ ഒരു സമയത്ത് കല്യാണം ഒന്നും കഴിക്കണ്ട, ഒറ്റയ്ക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലൈനൊക്കെ ആയിരുന്നു. അപ്പോഴായിരിക്കും അപ്പൊ ഭയങ്കരമായിട്ട് സിങ്കാണ്. അപ്പം ഞാൻ അവൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ല. നമ്മൾ ഒരുമിച്ച് ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നോക്കും പുള്ളിക്കാരി കാര്യം മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. അവൾക്കൊരു ചായ വേണമെങ്കിൽ കോഫി വേണമെങ്കിൽ അവൾ എന്നെ നോക്കുമ്പോൾ ഞാൻ കോഫി വേണം ചോദിക്കും, ചായ വേണം. ഇപ്പൊ കുറച്ചും കൂടി വരുന്നുണ്ട്. അല്ല ചായയല്ല, ഇത് പറയുമ്പോ ഏറ്റുപിടിക്കുന്ന ഞാൻ ഇപ്പൊ കുറച്ചും കൂടി എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം ഇങ്ങനെ മമിത പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു. അതെ, എനിക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റേഴ്സ് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു കാര്യം പറയുന്ന രീതിയാണെങ്കിലും അത് ആ സെൻസിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുകയും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ ഒന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറുക. ഞാൻ പറയട്ടെ, ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോ ഇവള് പ്രവിക്കാൻ പോകുന്നതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കാണുമ്പോ വീഴും. ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോ, ഇതൊന്നും ആയിരിക്കില്ല. നിലവിൽ പ്രേമുണ്ടോ? ഇല്ല ഇല്ല. അതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഇപ്പൊ കുറെ പേർക്ക് സമാധാനം, ഇനി ആരെങ്കിലും തമാശ പറഞ്ഞ് ലൈഫിൽ കേറിയിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയണ്ടേ.